അപ്പോഴത്തെ ഒരു ഡാം സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിലെ ആദ്യത്തെ ഡാമാണ് നമ്മൾ കയറുന്നത്. കാടിനുള്ളിലൂടെയാണ് വന്നത്. 2 കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ വന്നിട്ടാണ് ഈ ഡാമിലേക്ക് എത്തിയത്. ഇത് നമ്മൾ ഊട്ടിക്ക് പോകുന്ന മേട്ടൂർക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അങ്ങ് അകലെയൊക്കെ തെങ്ങ് കൃഷിയൊക്കെ കാണാൻ പറ്റും. മൊത്തം തെങ്ങ് കൃഷി, വാഴക്കൃഷിയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡാം വറ്റി വരണ്ട് കിടക്കുകയാണ്. ഇത് കണ്ടോ, വെള്ളം തീരെ കുറവാണ്. ഡാമിലും വെള്ളമില്ല, റിസർവോയർ ഏരിയയിലും വെള്ളം കുറവാണ്. വേനൽക്കാലം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകേണ്ട ഡാമാണ്. ഇത് അവിടെ താഴെ പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നത് കാണാം ഡാമിനുള്ളിലൂടെ. മുൻപ് വന്നപ്പോഴും നമ്മളിത് കണ്ടായിരുന്നു. അപ്പോൾ മീൻ പിടിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ശരി, 3 ഷട്ടറുകളുള്ള ഒരു ചെറിയ ഡാം. അപ്പോൾ ഈ ഡാമൊക്കെ കണ്ട് ഈ കാടിനുള്ളിലൂടെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. നിബിഡ വനത്തിലൂടെ വന്നതാണ്. കുറച്ച് ദൂരം, ഒരു 4 കിലോമീറ്ററോളം തിക്ക് ഫോറസ്റ്റിലൂടെയാണ് വന്നത്. അപ്പോൾ കുറച്ച് കുട്ടികളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അവർ ബാംഗ്ലൂരിൽ നിന്നുള്ളതാണ്. അവർ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി ഊട്ടിക്ക് പോകുന്ന വഴിയാണ്. അപ്പോഴത്തെ മനോഹരമായൊരു മരത്തിൻ്റെ തണലിൽ ഞാനിങ്ങനെ ഇച്ചിരി നേരം നിന്നതാണ്. ഡാം സൈറ്റ് കാണാൻ വളരെ മനോഹരമാണ്. അതായത് നല്ലൊരു രസമുണ്ട് കാണാൻ. അതുകൊണ്ടാണ് ഇവിടെ നിന്നത്. അപ്പോൾ ശരി, ഈ കാടിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമ്മളിങ്ങനെ ഈ റോഡ് വഴി, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ റോഡ് വഴി പതിയെ പോവുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ ഒരു മലയടിവാരത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ കൃഷികളാണ്. തെങ്ങാണ് കൂടുതലും. ഇതാണ് ആ വലിയ മല. ഈ മലയുടെ അടിവാരം മുഴുവൻ കൃഷികളാണ്. ഈ സൈഡ് മുഴുവൻ നെൽവയലുകളായിരുന്നു. അത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ട്രാക്ടറിലൊക്കെ കച്ചിയൊക്കെ കൊണ്ടുവന്നത് കാണാം. അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ തക്കാളി കൃഷി, ക്യാബേജ്, കോളിഫ്ലവർ കൃഷിയൊക്കെയാണ്. ഇങ്ങനെ പെർമനൻ്റായിട്ട് അവർ ഇറിഗേഷന് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ ഇട്ടിട്ട് അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് ഓസുകൾ കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ചാലുകളിലൂടെ പോളിത്തീൻ ഷീറ്റൊക്കെ വിരിച്ച് ആവശ്യത്തിനുള്ള മണ്ണൊക്കെ ഇതൊക്കെ ഇട്ട് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നത് ആ ട്യൂബുകളിലൂടെയാണ്. അതുകൊണ്ട് കൃഷി ഭയങ്കര വിളവാണ് ഇവിടെ. ഇവിടെ താഴെയൊക്കെ തക്കാളി കൃഷിയാണ്. ഇതിൻ്റെ ഇടയിൽ കാണുന്നത് ജമന്തിപ്പൂവിൻ്റെ കൃഷി. ആ തെങ്ങുംതോപ്പിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം പോലും അവർ വെറുതെ ഇടിയല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. തമിഴ്നാട്ടിലാണേലും കർണാടകത്തിലാണേലും എങ്കിലും ആന്ധ്രയിലും ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. കർഷകർ അങ്ങനെയാണ്. അവരൊരു ഇച്ചിരി സ്ഥലം പോലും വെറുതെ കളയുകയില്ല. അപ്പോൾ അതെ, വലിയ മലനിരയാണ് കേട്ടോ, കാടാണ്. അതിൻ്റെ അടിയിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കിലോമീറ്ററുകളാണ് ഞാനിപ്പോൾ കാടിനുള്ളിലൂടെ വന്നത്. അപ്പോൾ ബാറ്ററി ചാർജ് ഇല്ലാഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ അങ്ങകലക്കൂടെ ഒരു ചെറിയ പുഴ ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ മലയുടെ അടിവാരത്തൂടെ ഇങ്ങനെ മേട്ടൂര് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരമുണ്ട് ഇനി. അപ്പോൾ യാത്ര തുടരുകയാണ്. ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിപ്പിക്കാൻ സമയമായി. സൂര്യനൊക്കെ അസ്തമിച്ചു. അപ്പോൾ ഹൈവേയിലൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഊട്ടിയാണ് ലക്ഷ്യം. അപ്പോൾ രാവിലെ തൊട്ട് കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെയുള്ള യാത്രയായതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. ഇവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി മൊബൈലൊക്കെ ചാർജ് ചെയ്തു. ഇന്നലെ വൈകിട്ട് മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ മലനിരകളാണ് എൻ്റെ വലതുവശം കാണുന്നത്. അതിൻ്റെ അപ്പുറമാണ് ഊട്ടി. നമ്മളിപ്പോൾ മേട്ടൂരാണ് പോകുന്നത്. മേട്ടുപ്പാളയത്ത് പോയിട്ട് നേരെ ഊട്ടിക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്, ഗ്രാമീണ കാഴ്ചകളാണ്. ആട് മേയ്ക്കുന്ന ആളുകളും ഒക്കെ ധാരാളമുണ്ട്. ഇവിടെയെല്ലാം പശു വളർത്തും ആട് വളർത്തുമാണ്. അപ്പോൾ ഈ റോഡിലൂടെ നമ്മൾ പുതിയ ഹൈവേ ആണ്, പണി പൂർത്തിയായിട്ടില്ല. ഈ ഹൈവേയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി
എവിടെയെങ്കിലും കിടക്കാനുള്ള സ്ഥലം തപ്പിയെടുക്കണം. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ രാജസ്ഥാനിൽ നിന്നുള്ള ട്രാവലറെയൊക്കെ കണ്ടായിരുന്നു. അദ്ദേഹവും സോളോ ട്രാവലറാണ്. ഏകദേശം 14 മാസമായി നാട്ടിൽ നിന്ന് പോന്നിട്ട്. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ ആടിനെ മേയ്ക്കുന്ന അണ്ണനൊക്കെ ഉണ്ട്. അണ്ണൻ തേണ്ട് ഇവിടെ നിൽക്കുന്നത്. അവർ ചപ്പി എത്താനുള്ള കത്തിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതുണ്ട്, കറുത്ത ആടുകളാണ്. ഇതുണ്ട്, അവിടെ ചെമ്മരിയാടൊക്കെ നിൽക്കുന്നുണ്ട് ആ സൈഡിൽ. അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലേക്കാണ് എൻ്റെ യാത്ര. പുതിയ ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു പള്ളിയാണ്, മനോഹരമായ ഒരു പള്ളി. ഉണ്ണിമിശിഹായുടെ നാമത്തിലുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഹൈവേ ക്രോസ് ചെയ്താൽ മാത്രമേ എനിക്ക് പള്ളിയിലേക്ക് ചെല്ലാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മനോഹരമായ പള്ളി കണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സൈക്കിൾ നിർത്തിയതാണ്. എന്താ, നമ്മുടെ സൈക്കിളുണ്ട്. അപ്പോൾ നീണ്ടു തവർന്ന് കിടക്കുന്ന ഹൈവേ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ പള്ളി വളരെ മനോഹരമായ ഒരു പള്ളി, പുതിയ പള്ളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഈ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ ധർമ്മപുരിയിലേക്ക് പോവുകയാണ്. ധർമ്മപുരി റൂട്ടിലാണ് പോകുന്നത്, ധർമ്മപുരിയിലേക്കല്ല, ധർമ്മപുരി റൂട്ടിൽ നമുക്ക് 4 സൈഡും വലിയ മലനിരകൾ. ആ സൈഡൊക്കെ ഊട്ടി മലനിരകളാണ്, അതിൻ്റെ അപ്പുറത്താണ് ഊട്ടി. ആ ഭാഗത്തേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാം, നെൽവയലും പുല്ലുകൃഷിയും. കൂടുതലും ഇവിടെ കാലിവളത്തിലുള്ളതുകൊണ്ട് പുൽകൃഷിയാണ് കൂടുതൽ. അപ്പോൾ ഒരു ചെറിയ ഗ്രാമമാണിത്. അപ്പോൾ ഗ്രാമത്തിൻ്റെ നടുവിലൂടെയുള്ള ഈ ഹൈവേയിൽ, പുതിയ ഹൈവേ പണി തീർന്നിട്ടില്ല, കുറേ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ തുറന്നു വന്നിട്ടുള്ളൂ. അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ ഊട്ടിയിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ കയറിയിട്ട് നമ്മൾ 4 ദിവസമായി. 4 ദിവസത്തിനിടയ്ക്ക് നമുക്ക് ആദ്യമായിട്ട് ഒരു പെട്രോൾ പമ്പ് കിട്ടിയത് ഈ ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണ്. ഇതൊക്കെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ അപ്പുറത്ത് ഞാൻ IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പിൽ പോയി ചോദിച്ചായിരുന്നു. ഇതിൻ്റെ അപ്പുറത്താണത്. അവർക്ക് വലിയ പാർക്കിങ്ങും വലിയ സെറ്റപ്പ് എല്ലാം ഉള്ള സ്ഥലമാണ്. പക്ഷേ അവർ സൈക്കിൾ അവിടെ കയറ്റിയല്ല, സൈക്കിളുകാരനെ കടത്തിയല്ല. അവർക്ക് ലോറിക്കാരും അവർക്ക് പെട്രോൾ അടിക്കുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ അവിടെ കിടത്തത്തുള്ളൂ. അതിന് മുമ്പ് ഒരു പമ്പിൽ ചോദിച്ച്, ആ പമ്പിൽ ഇത് തന്നെ അവസ്ഥ. ഇവിടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഈ പമ്പും ഉണ്ട്, ഇതുമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചപ്പോഴത്തേനും ഒരു കുഴപ്പമില്ല, കിടന്നോളാൻ പറഞ്ഞ്. അങ്ങനെ തമിഴ്നാട്ടിൽ കയറിയിട്ട് ആദ്യമായിട്ടാണ് ഒരു പമ്പിൽ നമുക്ക് കിടക്കാനുള്ള അനുവാദം കിട്ടുന്നത്. നമ്മൾ ജവലഹള്ളി തൊട്ട് ഇവിടം വരെയുള്ള ഒരു 8 പമ്പിലേലും നമ്മൾ താമസത്തിനായി ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കേരളത്തിലും തമിഴ്നാട്ടിലും പമ്പുകാർക്ക് എന്തോ വലിയ കാര്യമാണ് നമ്മൾ ഈ സോളോ ട്രാവലേഴ്സ് വരുമ്പോഴത്തേനും അവരെ ഒന്ന് കിടത്തുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മോട്ടിക്കാൻ വരുന്ന പോലെയാണ് ഇവരുടെ ഒക്കെ ഒരു പെരുമാറ്റ രീതി. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ സൈക്കിൾ റൈഡ് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്ക് ഈ യാത്രയിൽ കണ്ടെത്താൻ പറ്റി. കേരളത്തിലാണേലും തമിഴ്നാട്ടിൽ വെച്ചാണേലും. ഇപ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് 3-4 പേരെ കണ്ടു. അപ്പോൾ അവർക്കൊക്കെ ഉള്ള അനുഭവം ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ഭൂരിഭാഗം പെട്രോൾ പമ്പുകാരും ഈ സോളോ റൈഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഏതായാലും ഇവരുടെ ഒരു നല്ല മനസ്സിന് നന്ദിയുണ്ട്. അപ്പോൾ കുഞ്ഞി ഒക്കെ ഒന്ന് എഴുന്നേറ്റ് വെളിയിൽ ചാടാൻ വേണ്ടി റെഡിയായി നിന്നാണ്. ഞാൻ നിരവധി ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ശരി, സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുണ്ട്. ഇവിടുന്ന് കാണാം, നല്ല രസമുള്ള കാഴ്ചയാണ്. കണ്ടോ, സൂര്യൻ ഉദിച്ചു വരുന്നതാണ് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ. ഇത് കണ്ടോ, ഈന്തപ്പനയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന നല്ലൊരു പമ്പ്. അപ്പോൾ ശരി, നമ്മൾ യാത്ര പതിയെ തുടരാൻ പോവുകയാണ്. അതിനു മുമ്പ് കുഞ്ഞിനെ ഒന്ന് വെളിയിൽ ഇറക്കണം. നാഷണൽ ഹൈവേ 44 വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഹൈവേ പെട്രോളിൻ്റെ തമിഴ്നാട് പോലീസിൻ്റെ ഒരു ഡയൽ 100 എന്നുള്ള നമ്പർ ഇട്ടിട്ട് ഒരു ഡമ്മി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഹൈവേയിലാണ് 44-ലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, പെട്ടെന്ന് അകലേന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസ് വണ്ടി കിടക്കുന്ന പോലെയാണ്. അത് ആൾക്കാർ സ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ശരി, നമുക്ക് യാത്ര ചെയ്യാം. കാടിനുള്ളിലാണ്. ഇതുണ്ടോ, കുരങ്ങന്മാരൊക്കെ സൈഡിലിരിക്കുന്ന കാണാം. ഒരു വല്ലതും കിട്ടുമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ചുമന്ന് തുടുത്ത കുരങ്ങന്മാരാണ്.
പക്ഷേ ഇവിടെ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാനന പാതയായതുകൊണ്ട്, അതായത് ഒരു കാട്ടുവഴി, അതിൻ്റെ നടുവിലൂടെ, കാടിൻ്റെ നടുവിലൂടെയുള്ള ഒരു വഴിയായതുകൊണ്ട് ഇവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇനി ഒരു കുത്തനെ ഇറക്കമാണ് ഇറങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് തന്നെ വണ്ടികൾ വളരെ സ്ലോയിൽ പോകാൻ വേണ്ടി ഇവിടെ ഒരുപാട് ബ്രേക്കറുകൾ വെച്ചിട്ടുണ്ട്, സ്പീഡ് ബ്രേക്കറുകൾ. അതൊക്കെ നോക്കി വേണം ഈ പോകാൻ. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒന്നാമത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ സൈക്കിളിന് തീരെ ബ്രേക്ക് കുറവാണ്. നമുക്കിവിടെ എങ്ങും ഒരു സൈക്കിൾ ഷോപ്പ് കിട്ടിയില്ല ഇതിൻ്റെ ബ്രേക്ക് പാഡ് ഒന്ന് മാറാൻ വേണ്ടി. അച്ഛന്മാരൊക്കെ എന്നെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടതുവശത്തൂടെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്രേക്കറിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പതിയെ പോവുകയാണ്. ബൈക്കേഴ്സിനുള്ളതാണ്. 2 വീലർ കീപ്പ് ലെഫ്റ്റ്, ഇവിടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങളുണ്ടാകുന്നതും കുത്തനെയുള്ള കയറ്റവുമാണ്. അതുകൊണ്ട് വണ്ടികളൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ കുറച്ച് ഹെവി ആയി കഴിയുമ്പോഴത്തേനും ഇവിടെ അനൗൺസ്മെൻറ്റ് തുടങ്ങും. ഇല്ല, ഇപ്പോഴും അനൗൺസ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, ആരാംസെ ജാവോ എന്നൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 വീലറെല്ലാം കീപ്പ് ലെഫ്റ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. പതിയെ പോകണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ എപ്പോഴും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു നല്ല അപകടമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവർ സ്ട്രിക്റ്റായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ പോകുന്ന പോക്കാണ്. മര്യാദയ്ക്ക് പോകാൻ ഒരുത്തിനും അറിയത്തില്ല. എവിടെ അപകടം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെയാണ് അവൻ കൂടുതൽ ബ്രേക്ക് ചെയ്ത് പോകുന്നത്. കണ്ടല്ലോ, പ്രത്യേകിച്ച് ഹെവി ഡ്രൈവേഴ്സ്. ഒരുത്തനും ട്രാഫിക് റോഡ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവം. അപ്പുറത്തൂടെ പോകേണ്ട വണ്ടിയാണ്. കണ്ടോ, മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പുറത്തൂടെയാണ് ഈ ഹെവി വണ്ടി പോകേണ്ടത്. കീപ്പ് ലെഫ്റ്റ് ഇതാണ് കൊടുത്തിരിക്കുന്നത്, 2 വീലേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ആശാന്മാരുണ്ട്. ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. അവന്മാരെ വളരെ സൂക്ഷിക്കും. ഒരു ഇതും ഇല്ലാതെ കയറി വരും. നമ്മളെ അത് മൈൻഡ് ചെയ്യുമോലും. അതാണ് ഈ ഹെവി ഡ്രൈവേഴ്സിൻ്റെ കുഴപ്പം. ഒരു 80% പേർക്കും അങ്ങനത്തെ ഒരു ഇതാണ്. ചെറിയ വണ്ടിക്കാരനെ മൈൻഡ് ചെയ്യുന്ന പരിപാടി. എല്ലാം മൈക്ക് വെച്ച് ഇത് കോളാമ്പി വെച്ചിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഇച്ചിരി ഹെവി ആയി കഴിയുമ്പോൾ വലിയൊരു കാടും ഒരു നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, കിലോമീറ്ററുകളാണ് ഇത് വണ്ടികൾ കയറി വരുന്നുണ്ടോ. എന്നിട്ട് ആ മെല്ലെ കയറി വരുന്നവനിട്ട് പണി കൊടുക്കാൻ വേണ്ടി കുറേ എണ്ണം കാണും. അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് കുത്തിക്കരും. അതൊക്കെ നല്ല ഹെവി ലോഡാണ് കയറി വരുന്നത്. സൈലൻസർ കൂട്ടിയ വണ്ടി. തടിവണ്ടികളൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് അർജുനെയാണ് ഓർമ്മ വരുന്നത്. ധാരാളം തടിവണ്ടികൾ കയറിപ്പോയി. അപ്പോഴും നമ്മളെ പെട്ടെന്ന് മനസ്സിൽ നമ്മുടെ ആ അർജുൻ എപ്പോഴും മനസ്സിൽ വരും. ആ ശിരൂരെ അപകടമാണ് നമുക്ക് മനസ്സിലോട്ട് വരുന്നത്. ഒരു തടിലോറി കണ്ട അന്നേരം ആ ഇത് നമുക്ക് മനസ്സിൽ വരും. ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയോ അത് വായിന്ന് വന്നു പോയതാണ്. കാടിനുള്ളിലൂടെയുള്ള യാത്ര. കാടാണ് കേട്ടോ, 2 സൈഡ് കാടാണ്. തിക്ക് ഫോറസ്റ്റാണ്. നല്ല ഹൈറ്റുള്ള മരങ്ങളല്ല. നമ്മൾ കർണാടകയുടെ ബോർഡറിലുള്ള മരങ്ങൾ ഇതായതുകൊണ്ട് കാടാണ്. വരണ്ട ഭൂമിയിലുള്ള കാടാണ്. വരണ്ട ഭൂമിയിലെ കാടുകൾക്ക് കൂടുതൽ ഹൈറ്റ് കാണിയല്ല. അപ്പോഴത്തേക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ വീശിയെടുത്ത് പോകാൻ പറ്റും. ഇപ്പോൾ അടുത്ത എവിടെയാണോ സ്റ്റോപ്പുള്ളത് അവിടുന്ന് ഭക്ഷണം കഴിക്കണം.
ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ 2 ചായ വാങ്ങിക്കുക, ബ്രെഡ് ഇരിപ്പുണ്ട്, 2 ബിസ്ക്കറ്റും തിന്നുക. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പോരാത്ത എനിക്ക് കടലയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഡ്രൈ നട്ട്സായി പിന്നെ എന്നാ ബ്രെഡായി. ആഹാ, ഹെവി ഫുഡാണ് എനിക്ക് പൊടിക്കുന്നത്. ഇവരൊക്കെ എക്സ്പെർട്ട് ഡ്രൈവർമാരായിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് വരുന്നവൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇതുണ്ടോ, വലിയ ഇതായതുകൊണ്ടാണ് അയാൾ ഇവിടെ കൊണ്ടുവന്ന് ചവിട്ടി പതിയെ സൈഡൊക്കെ മാറി ഒരു കട്ടൻ വീടിയൊക്കെ വലിച്ചാണ് പോകുന്നത്. ഒക്ലൈനാണ്. ബൈക്ക് റൈഡേഴ്സിനെ ആരും ശ്രദ്ധിക്കാറില്ല, അവർക്കൊരു സ്റ്റേ പോലും ആരും കൊടുക്കാറില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ സൈക്കിൾ റൈഡേഴ്സിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. ഒരു പെട്രോൾ പമ്പിൽ പോലും കിടക്കാൻ മേലാത്ത അവസ്ഥയായി. ഒരാൾ സമ്മതിക്കില്ല. എന്തോ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് എന്തോ ലോറിക്കാർക്കും ബസ്സുകാർക്കും ഒക്കെ വന്ന് മാത്രം താമസിക്കാനുള്ള സ്ഥലമാണെന്നുള്ള ചിന്തയാണ് അവർ. പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ കാശാണ്, നമ്മുടെ കാശെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്നാൽ ആ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ സാധാരണക്കാരനെ അനുവദിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഏതായാലും ദൈവം സഹായിച്ച് നമുക്ക് ഇതിന് മുമ്പായിട്ടുണ്ടായിരുന്ന പെട്രോൾ പമ്പിൽ ആദ്യമായിട്ട്, തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് നമുക്കൊരു പെട്രോൾ പമ്പിൽ കിടക്കാനുള്ള അവസരം കിട്ടി. നമ്മളിപ്പം വേലപ്പമ്പട്ടി കൂടിയാണ് പോകുന്നത്. വേലപ്പമ്പട്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇനി ഒരു 200 കിലോമീറ്ററാണ് ഊട്ടിക്കുള്ളത്. അപ്പോൾ ഈ സൈഡിലെല്ലാം ഇടതുവശം മുഴുവൻ റിസർവ് ഫോറസ്റ്റാണ്. വലതുവശത്ത് കുന്നിൻ്റെ മുകളിൽ മാത്രം റിസർവ് ഫോറസ്റ്റും മറ്റുള്ള സ്ഥലങ്ങൾ കൃഷിഭൂമികളുമാണ്. അപ്പം നമ്മൾ ഈ കാടിൻ്റെ നടുവിലൂടെ, കാടില്ല ഗ്രാമവും കാടും ചേർന്ന സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ ഊട്ടിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകണം. പക്ഷേ അവിടെ എങ്ങനെയാണ് നമ്മളെ കയറ്റി വിടുമെന്ന് അറിയില്ല, കാരണം കുന്നും മലയും തള്ളിക്കയറ്റി പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഇടതുവശത്തൊക്കെ നമുക്ക് ഈ കനാലുകൾ കാണാം. അങ്ങനെ ഒരു ഗുണമുണ്ട്, കൃഷിക്കാരൻ എന്ത് സഹായം വേണേലും ചെയ്തു കൊടുക്കും. ഏത് കാട്ടിക്കൂടെ വേണമെങ്കിലും കനാൽ വെട്ടിപ്പോകും. നമ്മുടെ അവിടെ അങ്ങനെയല്ല, കനാലിൽ വെള്ളം വരുന്നത് വർഷത്തിൽ 2 പ്രാവശ്യം അല്ല 3 പ്രാവശ്യം, അല്ലാതെ സ്ഥിരമായിട്ട് വെള്ളം വരുന്ന ഒരു പരിപാടിയില്ല. അത് തുറന്നു വിടാനും കൃഷിക്കാരൻ ആവശ്യപ്പെടുന്നതുമില്ല. കാരണം കൃഷി എന്ന് പറയുന്നൊരു സംഭവം കേരളത്തിൽ വളരെ ചുരുക്കമാണ്. എവിടെയൊക്കെ വെള്ളത്തിന് മീറ്റർ പോലും ഇല്ല. എല്ലാ വീടിൻ്റെ മുമ്പിലും കൊണ്ടുവന്ന് ഒരു പൈപ്പ് ലൈൻ നിർത്തും, ആവശ്യമുള്ള പോലെ വെള്ളം എടുത്ത് ഉപയോഗിച്ചോളുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ മീറ്റർ വെച്ച് നമ്മുടെ നെഞ്ചത്തടിച്ച് കാശ് വാങ്ങി. കറണ്ടും അതുപോലെ തന്നെ.